എടാ ഈ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങളൊക്കെ എന്തിനാന്നാ ചോദിച്ചേ? എനിക്ക് ഒരുപാട് എക്സ്പ്ലനേഷൻസോ നമ്മുടെ സൈഡിന്റെ ഒരു ക്ലാരിഫിക്കേഷൻസോ ഒന്നും തരാൻ ഞാൻ വലുതായിട്ട് ആഗ്രഹിക്കുന്നില്ല. പറയുന്നേ ഞാൻ ആരോടും പറയില്ല, നമ്മൾ തമ്മിൽ ഒരു വിഷയമില്ലല്ലോ. ഞാൻ ഈ പിടിച്ചോടെ നിൽക്കുന്ന എന്റെ ഈ ഒരു മൊബൈലിനകത്ത് ഇതെല്ലാം എനിക്ക് പ്രൂവ് ചെയ്യാനുള്ള എല്ലാം എനിക്കുണ്ട്. ഈ വീട്ടിൽ എന്താ നടക്കുന്നത് നിങ്ങൾ അറിയുന്നില്ല. മോശം അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർക്ക്. But then I will not do it. I don't think I will do it ever. I don't think I'll ever do it. എന്താ ഷൈട്ട് പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. തൻ്റെ മൊബൈലിനകത്ത് തൻ്റെ കുടുംബത്തിന് നിരപരാധിത്വം തെളിയിക്കാൻ, അവരുടെ ഭാഗത്ത് ഒരു കുറ്റവുമില്ല എന്ന് തെളിയിക്കാൻ പാകത്തിനുള്ള എല്ലാ തെളിവുകളും ഉണ്ടെന്നാണ് സിന്ധു കൃഷ്ണ പറയുന്നത്. പക്ഷെ അതൊരിക്കലും ഞാൻ പുറത്തോട്ട് വിടുകയോ അതിനെപ്പറ്റി സംസാരിക്കുകയോ ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ എന്താ ഉറക്കം വരുന്നു. ഇവർ തന്നെയാണ് പല ആളുകൾക്കും ഈ കാര്യങ്ങൾ എന്താണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് CCTV ഫൂട്ടേജ് അടക്കം അയച്ചു കൊടുത്തിട്ടുള്ളത്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. ഈ അമ്മുമ്മ ഈ അപ്പൂപ്പനെ ചെരുപ്പ് കൊണ്ട് ഇങ്ങനെ അടിക്കുന്നത് അതന്നത്തെ ചോരത്തിളപ്പിന് ഇത് ഇവരുടെ അറിവില്ലാതെ ഇവർ അയച്ചു കൊടുക്കുന്നതല്ല, ഇവരുടെ അറിവോട് കൂടി തന്നെ ഇവർ അയച്ചു കൊടുക്കുന്നതാണ്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇത് സിന്ധു കൃഷ്ണയുടെ ചാറ്റിൽ നിന്ന് പോയേക്കുന്ന സ്ക്രീൻഷോട്ടും വീഡിയോയുമാണ്. ഇവരുടെ ഫോണിൽ എല്ലാ തെളിവുകളും ഉണ്ട്. അത് പുറത്ത് പറയാൻ താല്പര്യമില്ല എന്ന് പറയുന്ന ഇവർ തന്നെ എന്തിന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്ത് കാര്യത്തിനാണത്? ഒരു സുഖം, ഒരു മനസുഖം. ഇതിനേക്കാളും നല്ലത് ആ യൂട്യൂബിനകത്ത് വന്നിരുന്നെങ്കിൽ പറയുന്നതായിരുന്നു. അയ്യോ, അത് ഞാനൊരു അബദ്ധം പറഞ്ഞു പോയതാ. ഈ പ്രശ്നങ്ങൾ തുടരാൻ താല്പര്യമില്ല എങ്കിൽ, ഇതൊരു ചർച്ചാ വിഷയമാകാൻ നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ എന്തിന് നിങ്ങളുടെ വ്ളോഗിൽ വന്നതിനെ പറ്റി സംസാരിക്കുന്നു? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. എന്റെ പൊന്നെ വെച്ച് നിങ്ങൾ എവിടെങ്കിലും ഒരിടത്ത് നിൽക്ക്. എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഈ അമ്മൂമ്മയുടെ വായിരിക്കുന്ന സംസാരവും ഈ കൊച്ചുമക്കളുടെ കയ്യിരിക്കുന്ന സംസാരവും എല്ലാം വിടക്ക് തന്നെ. ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ.